നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓഡ് ഓർ ഈവൺ. ഒരു നമ്പർ തന്ന്, ഇപ്പോൾ ഉദാഹരണത്തിന് 50 എന്ന് പറഞ്ഞ നമ്പർ ഇത് ഓഡാണോ ഈവൺ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഈ നമ്പർ 50 എന്ന് പറയുന്ന ഒരു നമ്പർ ഈവൺ ആണ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതായത് ഈ തന്ന നമ്പർ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എപ്പോഴും 0 ആയിരിക്കണം. അതായത് ഒരു നമ്പർ ഏതും ആവട്ടെ നമ്പർ, അതിപ്പം 52 ആയിക്കോട്ടെ 56 ആയിക്കോട്ടെ, ഈ നമ്പർ ഈവൺ ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്പർ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പം എപ്പോഴും എന്ത് കിട്ടണം? റിമൈൻഡർ 0 കിട്ടണം. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് ഇവിടെ പറയുന്ന ഈ പ്രോഗ്രാമിൻ്റെ ഈ ഓഡ് ഓർ ഈവൺ എന്ന് പറയുന്ന ഇതിൻ്റെ എല്ലാ പ്രത്യേകത, ഇവിടെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്, n mod 2 = 0. ഈ പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇഷ്ടം പോലെ, അതായത് പാലൻഡ്രോമാണോ പിന്നെ അങ്ങനെ ഇഷ്ടം പോലെ നമ്പർ നമുക്ക് അല്ല ഇഷ്ടം പോലെ, അതായത് കുറേ ഇതുണ്ട് നമുക്കിപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റിൽ അല്ല ഡാറ്റ സ്ട്രക്ചറിലെ ഹാഷിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഇഷ്ടം പോലെ കൺസെപ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ പറയുന്ന ഒരു മെത്തേഡ് മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. നമുക്ക് ജസ്റ്റ് പ്രോബ്ലം നമുക്ക് നോക്കിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, പ്രോഗ്രാം ചെയ്താൽ ഹാഷ് ഇൻക്ലൂഡ് IOStream using namespace നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പം ആദ്യം തന്നെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഏറ്റവും അവസാനം നമുക്ക് ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പണും അതേപോലെ ക്ലോസും ചെയ്ത് വെക്കണം. റിട്ടേൺ 0. ഇത് നമ്മൾ ഒരു കോമൺ സെൻസ് ഒരു ഇതുപോലെയാണ്. നമ്മൾ എക്സാം ഷീറ്റിൽ രജിസ്റ്റർ നമ്പറും യൂസർ നെയിമും ചെയ്യുന്ന പോലെ തന്നെ, അല്ല രജിസ്റ്റർ നമ്പറും ഏകദേശം അങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു കണ്ടിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാം. നമ്മൾ ആദ്യം എന്ത് പറയുന്നു, നമുക്ക് ഇപ്പോൾ നോക്കേണ്ടത് വെച്ചാൽ ലാർജസ്റ്റ് അല്ല നമ്പർ ഈവൺ ആണോ ഓഡാണോ എന്നല്ല നോക്കുന്നത്. അതിന് നമ്മൾ ആദ്യം തോന്നണം ഒരു നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വേണ്ടേ, ഒരു ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു നമ്പർ എഴുതുന്ന പോലെ ആദ്യം ബുക്ക് വേണ്ടേ. അങ്ങനെയല്ലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നത് n എന്ന് പറഞ്ഞൊരു നമ്പറാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ജസ്റ്റ് വേരിയബിൾ എന്ന് പറഞ്ഞൊരു ഇതാണ് എടുക്കുന്നത്. cout എൻ്റർ എ നമ്പർ cin n. ഇത് അറിയാലോ, ഒരു നമ്പർ കമ്പയർ ചെയ്തിട്ട് ശേഷം റൺ ചെയ്യുമ്പം ആദ്യം ഡിസ്പ്ലേയിൽ വെറുതെ ഒരു ഡിസ്പ്ലേയിൽ കണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് തിരിയില്ലല്ലോ. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻ്റർ എ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു കൊടുക്കുന്നത്. അതിനുശേഷം ആ നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ ആണല്ലോ കമ്പ്യൂട്ടറിൻ്റെ ഒരു ലൊക്കേഷനിൽ നമ്മൾ എവിടെയെങ്കിലായിട്ടൊരു ഇത് സ്റ്റോർ ചെയ്യുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞില്ലേ നമ്പർ എന്ന് പറയുന്നത് ഓഡാണോ ഈവണാണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, if n mod 2 = 0 അങ്ങനെയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ബ്രാക്കറ്റ് എന്ത് ചെയ്യുക, ഒരു സംഭവം തുടങ്ങിയോട് ബ്രാക്കറ്റ് ഓപ്പണും ചെയ്യുക ക്ലോസും ചെയ്ത് നോക്കണം. അതൊരു നല്ലൊരു ശീലമാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, ഇങ്ങനൊരു കണ്ടീഷൻ ആണെങ്കിൽ നമ്പർ മോഡ് 2 = 0 ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളൊരു നമ്പർ ഓൾറെഡി പറഞ്ഞു 50 ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നു. 2 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പം 25 കിട്ടി, അവിടെ റിമൈൻഡർ ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്നാ കണ്ടീഷൻ ട്രൂ അല്ലേ, നമ്മളിവിടെ 50 ആണ് എൻ്റർ ചെയ്തത്. ആ സമയത്ത് എന്ത് ചെയ്യുക, കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയിക്കൊണ്ട് ഈ ബ്രാക്കറ്റിനുള്ളിൽ കയറും കണ്ടീഷൻ. അതായത് ഇഫ് കണ്ടീഷൻ്റെ ഇതങ്ങനെയാണ്, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബ്രാക്കറ്റിനുള്ളിൽ കയറും. ഇറ്റ്സ് ആൻ എൻട്രി കൺട്രോൾ ഇതാണ്. അപ്പം കണ്ടീഷൻ ട്രൂ ആയി. അപ്പോൾ എന്ത് ചെയ്യുക, cout നമ്പർ ഈസ് ഈവൺ. നമുക്ക് എന്ത് ചെയ്യുക, ആ നമ്പർ തന്ന നമ്പർ ഈവൺ ആണെന്നും പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അത് ഡിസ്പ്ലേയിൽ കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന് ശേഷം ഇതേപോലെ ഇട്ടിട്ട് സെമി കോളൻ ഇടാൻ പാടില്ല. ഇവിടെ സെമി കോളൻ ഇട്ടാൽ നമ്മൾ അതേപോലെ എന്താണോ കൊടുത്തിന് അതിന് ശേഷം അത് പ്രിൻ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് ആ നമ്പറിൻ്റെ ഉള്ളിലെ നമ്പറാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, n ഇങ്ങനെ ക്ലോസ് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യും, നമുക്ക് നമ്പർ കിട്ടും. അല്ലെങ്കിൽ അതായത് ഈവൺ ആണോ ഓഡാണോ അല്ല നോക്കേണ്ടത്. അപ്പം ഈ കണ്ടീഷൻ തന്ന നമ്പർ ഈവൺ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അടുത്തതിലേക്ക് പോവുക. എൽസ് അല്ലെങ്കിൽ എന്നാ cout
നമ്പർ ഈസ് ഓഡ്, അതിന് ശേഷം എന്ത് ചെയ്യുക എൻ. ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യുക തന്ന നമ്പർ ഈവൺ ആണോ ഓടാണോ എന്ന് നമുക്ക് സിമ്പിളായിട്ട് നോക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല ഈ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ മെത്തേഡിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന്. അതിനടുത്ത് എന്ത് ചെയ്യുക നമുക്കൊരു സിമ്പിളായിട്ട് നോക്കാം. ഇനി രണ്ടാമത്തെ കേസിൽ എവിടെയാണോ ഉപയോഗിക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. ഇനി മൾട്ടിപ്ലിക്കേഷൻ, തന്ന നമ്പർ ഏകദേശം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോക്കുന്ന 2ൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് നമുക്ക് ഇവിടെ എഴുതി കൂടെ. അതായത് തന്ന നമ്പർ ഇതേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 2ൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. അടുത്ത് എന്ത് ചെയ്യുക ഈ തന്ന നമ്പർ 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുക നമുക്കിവിടെ 3 ആയി കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം ഈ സി ഔട്ടിന് പകരം സി ഔട്ടിന് ശേഷം നമ്പർ ഈസ് മൾട്ടിപ്പിൾ ബൈ 3 അങ്ങനെ ഇതിന് ശേഷം നമുക്ക് ഇങ്ങനെ കൊടുക്കാം. അതാണ് ഞാൻ പറഞ്ഞത് ഈ കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ശരിക്കും മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ കണ്ടമാനം മെത്തേഡിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് വേറൊരു സംഭവം കൂടി നോക്കാം സിമ്പിളായിട്ട് പറഞ്ഞാൽ. നമ്മളിപ്പോൾ അവിടെ അതായത് n mod 2 = 0 എന്ന് പറയുന്നുണ്ട്. ഈ റിമൈൻഡർ എത്രയാണ് നമുക്ക് സേവ് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം 31 mod 2 = 0 എന്ന് പറയുന്നത് 31 അത് കണ്ടീഷൻ ട്രൂ ആണ്. നമുക്ക് എന്ത് ചെയ്യുക ഈ റിമൈൻഡർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ ഇൻറ്റ് എക്സ് = എന്നാ 31 mod 2 അല്ല 31 അല്ല നമ്മളിവിടെ n എടുക്കുന്നത് n mod 2. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ഇവിടെ എത്രയാണോ കൊടുത്ത നമ്പർ ആ നമ്പറിൻ്റെ റിമൈൻഡർ എവിടെ സ്റ്റോർ ചെയ്യും ഈ എക്സിൽ സ്റ്റോർ ചെയ്യും. അങ്ങനെയാണ് ഞാൻ എന്ത് പറയുന്നത് ഒരു സിമ്പിളായിട്ടൊരു വഴി നമുക്ക് വരാനിരിക്കുന്ന ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ ജസ്റ്റ് ഞാനൊരു സംഭവം പറഞ്ഞുതരാം. ഇപ്പം 1 2 3 4 5 ഈ നമ്പർ റിവേഴ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക 5 4 3 2 1 എന്ന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ ആദ്യം ഈ നമ്പർ എടുക്കണ്ടേ. ആ നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻറ്റ് എക്സിലേക്ക് സ്റ്റോർ ചെയ്യുന്നു 5. മനസ്സിലായ അതിനുശേഷം എന്ത് ചെയ്യുന്നു അടുത്ത കണ്ടീഷനിൽ 10നെ കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. അപ്പോൾ എത്ര കിട്ടും 50 കിട്ടും. 50 കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യും അടുത്ത നമ്പർ ഈ 4 അതെങ്ങനെ വരുന്നത് വെച്ചാൽ വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കത് കൺസെപ്റ്റ് പറഞ്ഞുതരാം. അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഈ 4 വരുമ്പോൾ എന്ത് ചെയ്യും 50 ഓൾറെഡി കിട്ടിയ ഇതിലേക്ക് എന്ത് ചെയ്യും +4 ചെയ്യുന്നു. അപ്പോൾ 54 കിട്ടി. അതിനുശേഷം എന്ത് ചെയ്യുന്നു അടുത്ത നമ്പർ എടുക്കുന്നു 3 5 4 +3 കിട്ടും. അത് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ആദ്യം 10നെ കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എത്ര കിട്ടും 540 കിട്ടും. 540ന് ശേഷം എത്ര ചെയ്യും +3 കിട്ടും. അപ്പോൾ എത്രയാണ് 543 കിട്ടും. അതിനുശേഷം അതേപോലെ ഈ കണ്ടിന്യൂസ് ഉപയോഗിച്ച് അതായത് കുറേ പ്രാവശ്യം ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക 5 4 3 2 1 ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക റിവേഴ്സ് ഓഫ് എ നമ്പർ. ഒരു നമ്പർ തന്നാൽ ആ നമ്പറിൻ്റെ റിവേഴ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡും ഈ പറയുന്ന മോഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ അവിടെ ഉപയോഗിക്കുന്നത് 10 വെച്ചിട്ടാണ്. 10 എടുത്താൽ എന്ത് ചെയ്യും നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് കിട്ടും. അതായത് 100 ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ലാസ്റ്റ് ഡിജിറ്റ് കിട്ടാൻ വേണ്ടി mod by 10 ഇങ്ങനെ 10നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ലാസ്റ്റത്തെ നമ്പർ കിട്ടും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തുകൊണ്ട് പോക്ക്. അതിൽ കുറച്ച് സംഭവമുണ്ട് ഫ്ലോട്ട്, അതിൽ കുറച്ച് ശ്രദ്ധിക്കണം. അത് വരാനിരിക്കുന്ന ക്ലാസ്സിൽ നല്ല ഡീറ്റെയിൽ ആയി പറഞ്ഞാൽ ഇൻറ്റ് ഇങ്ങനെ കുറേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് മെത്തേഡല്ല ഇവിടെ വേരിയബിൾ ടൈപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്ര സിമ്പിളാണ് നമുക്ക് ഇത് പറഞ്ഞത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ശരിക്കും മനസ്സിലാക്കി ഇരുത്തിയാൽ നമുക്ക് ഇഷ്ടം പോലെ. ഇനിയിപ്പം അടുത്തത് വെച്ചാൽ ഹാഷിംഗ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് ഡാറ്റ സ്ട്രക്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സാധനമാണ്. ഇപ്പം ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഹാഷിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. 0 1 2 3 4 അപ്പോൾ ഈ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡും കൂടിയാണ് ഈ ഹാഷിംഗ്. ഇഷ്ടം പോലെ വലിയ ഡാറ്റക്കൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറിൻ്റെ അൽഗോരിതത്തിലില്ല ഇതാണ് ഈ ഹാഷിംഗ് എന്ന് പറയുന്നത്. അവിടെയൊക്കെ ഈ പറയുന്ന ഈ കൺസെപ്റ്റിൽ വരുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്ര സിമ്പിളാണ് കേട്ടോ.